എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് ബറോഡ പുറത്തിറക്കിയിരിക്കുന്ന വമ്പൻ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 കുറിച്ചാണ്. രാജ്യത്താകമനം 5000 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾക്ക് വലിയ അവസരമാണ്. കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവസരമുണ്ട്. ബാങ്കിംഗ് കരിയർ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണണം. കാരണം വീഡിയോയിൽ എലിജിബിലിറ്റി എന്താണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, എക്സാം എങ്ങനെയായിരിക്കും, കേരളത്തിൽ അവസരമുണ്ടോ, പെർമനന്റ് ജോബ് ആണോ, അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്താണ്, രജിസ്ട്രേഷൻ തുടങ്ങിയ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ബാങ്ക് ഓഫ് ബറോഡ ഔദ്യോഗികമായ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആകെ 5000 അപ്രന്റീസ് വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി വിതരണം ചെയ്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. പോസ്റ്റ് നെയിം അപ്രന്റീസ് ആണ്. ടോട്ടൽ വാക്കൻസി വന്നിട്ടുള്ളത് 5000 വാക്കൻസിയാണ്. ട്രെയിനിങ് പീരീഡ് പറഞ്ഞിട്ടുള്ളത് 12 മാസമാണ്, അതായത് 1 വർഷത്തെയാണ്. അപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപേക്ഷിക്കാനുള്ള പ്രധാന തീയതികൾ കാണാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് 2026 മെയ് 19 തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 ജൂൺ 8 ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ ഉടൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും വലിയ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ബാങ്കിംഗ് മേഖലയിലെ പ്രധാന അവസരങ്ങളിൽ ഒന്നാണ്. SBI, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. പക്ഷെ ബാങ്ക് ഓഫ് ബറോഡ ഈ വർഷം 5000 സീറ്റ് പ്രഖ്യാപിച്ചതോടെ ബാങ്കിംഗ് ആസ്പിറൻസിനിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാം. കേരളം ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റുകൾക്കും പ്രത്യേക വാക്കൻസികൾ അലോക്കേഷൻ ഉണ്ട്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് കാണാം. ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന യോഗ്യത ഇനി ഡിഗ്രി പാസ് ആണ്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ ആണ്. ഇതുകൂടാതെ ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. BA, BCom, BSc, BBA, BCA, BTech, MBA ഏത് ഡിഗ്രി ആയാലും അപ്ലൈ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി കണ്ടീഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വളരെ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കരുത്. കൂടാതെ NITS അല്ലെങ്കിൽ NIPS രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇനി NITS, NIPS രജിസ്ട്രേഷൻ എന്താണെന്ന് കാണാം. അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ആയതിനാൽ നാഷണൽ അപ്രന്റീസ് പോർട്ടൽ രജിസ്ട്രേഷൻ വേണം. അതായത് NITS പോർട്ടൽ അല്ലെങ്കിൽ NIPS പോർട്ടൽ ഇവയിൽ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലെന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പ്രായപരിധി കാണാം. മിനിമം ഏജ് വരുന്നത് 20 വയസ്സാണ്. മാക്സിമം ഏജ് 28 വയസ്സാണ്. ഏജ് കണക്കാക്കുന്ന തീയതി 2026 മെയ് 1 അടിസ്ഥാനമാക്കിയാണ്. ഇതുകൂടാതെ റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കും. SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷവും PWBDക്ക് അധിക ഇളവ് ലഭിക്കും. ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചായിരിക്കും റിലാക്സേഷൻ ലഭിക്കുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫീസ് കാണാം. ജനറൽ, OBC, EWSന് ഫീസ് ബാധകമായേക്കും, അതായത് ഫീസ് ഉണ്ടാകും. SC/ST, PWD കാൻഡിഡേറ്റ്സിന് ഫീ കൺസെഷൻ ലഭിക്കും. ഓൺലൈൻ മോഡ് വഴിയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇനി സാലറി സ്റ്റൈബൻഡ് എത്രയാണെന്ന് കാണാം. ഇതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഭാഗം. സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് മാസം 15000 വരെ സ്റ്റൈബൻഡ് ലഭിക്കും. ചില റിപ്പോർട്ടുകൾ പ്രകാരം മെട്രോ അർബൻ ബ്രാഞ്ചിന് 15000 വരെയും റൂറൽ സെമി അർബൻ 12000 വരെ ലഭിക്കുമെന്ന രീതിയിലും ട്രെയിനിങ് ലൊക്കേഷൻ അനുസരിച്ച് തുക മാറാമെന്നും പറയുന്നുണ്ട്. ഇനി ട്രെയിനിങ് പീരീഡ് കാണാം. സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഈ സമയത്ത് ബാങ്കിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കും. ഉദാഹരണത്തിന് കസ്റ്റമർ സർവീസ്, ക്യാഷ് കൗണ്ടർ സപ്പോർട്ട്, പാസ്ബുക്ക് അപ്ഡേറ്റ്, അക്കൗണ്ട് ഓപ്പണിംഗ്, ഡിജിറ്റൽ ബാങ്കിംഗ്, ലോൺ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട്, ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഹാൻഡ്ലിംഗ്, ഇങ്ങനെ ബാങ്കിംഗ് ഓപ്പറേഷൻസ് പ്രാക്ടിക്കലായി പഠിപ്പിക്കാൻ കഴിയും. ഇനി പെർമനന്റ് ജോബ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റിക്രൂട്ട്മെന്റ് പെർമനന്റ് ജോബ് അല്ല. ഇത് അപ്രന്റീസ് ട്രെയിനിങ് മാത്രമാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ഥിര നിയമനം ഉറപ്പില്ല. പക്ഷെ ബാങ്കിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനാൽ ഭാവിയിൽ ബാങ്ക് എക്സാം എഴുതുമ്പോൾ ഇത് വലിയ അഡ്വാൻറ്റേജ് ആകും. ഇനി സെലക്ഷൻ പ്രോസസ് കാണാം. സെലക്ഷൻ പ്രോസസ് പ്രധാനമായി 4 ഘട്ടങ്ങളിലായിരിക്കും. ഓൺലൈൻ റിട്ടൺ എക്സാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് വെരിഫിക്കേഷൻ എന്നിവയാണ്. ഓൺലൈൻ എക്സാം പാറ്റേൺ കാണാം. എക്സാം ഓൺലൈൻ CBT മോഡിലായിരിക്കും. സാധാരണയായി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ജനറൽ അവയർനെസ്, ബാങ്കിംഗ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ്. ബാങ്ക് എക്സാം തയ്യാറെടുക്കുന്നവർക്ക് ഇത് നല്ല പ്രാക്ടീസ് കൂടിയാണിത്. ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചില മുൻവർഷ റിക്രൂട്ട്മെന്റ് പാറ്റേൺ പ്രകാരം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫൈനൽ എക്സാം പാറ്റേൺ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പരിശോധിക്കണം.
ഇനി ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്താണെന്ന് കാണാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിയണം. 10th അല്ലെങ്കിൽ +2 മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ലാംഗ്വേജ് ടെസ്റ്റ് ഇളവ് ലഭിക്കാം. കേരളത്തിൽ ബാങ്കിംഗ് ജോലികൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് വളരെ കൂടുതൽ അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. PSC തയ്യാറെടുക്കുന്നവർ, ബാങ്ക് കോച്ചിങ് പോകുന്നവർ, ഡിഗ്രി കഴിഞ്ഞ ഫ്രഷേഴ്സ്, പ്രൈവറ്റ് ജോബ് അന്വേഷിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ റിക്രൂട്ട്മെന്റ് ഉപകാരപ്പെടും. കാരണം ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് ബാങ്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കിൽസ്, ബാങ്കിംഗ് സോഫ്റ്റ്വെയർ എക്സ്പോഷർ, ഇന്റർവ്യൂ കോൺഫിഡൻസ്, ഫ്യൂച്ചർ ബാങ്ക് എക്സാം അഡ്വാൻറ്റേജസ് എന്നിവയാണ് ലഭിക്കുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് കാണാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. ആദ്യം NATS അല്ലെങ്കിൽ NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ബാങ്ക് ഓഫ് ബറോഡ കരിയർ വെബ്സൈറ്റ് തുറക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് എന്നിവയാണ്. ഇനി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യരുത്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അയക്കരുത്, തെറ്റായ വിവരങ്ങൾ നൽകരുത്, ആക്റ്റീവ് മൊബൈൽ നമ്പർ ഉപയോഗിക്കുക, ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം, എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കുക. ഈ റിക്രൂട്ട്മെന്റ് ആർക്കൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് കാണാം. ഈ റിക്രൂട്ട്മെന്റ് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും, ബാങ്കിംഗ് ആസ്പിറൻസ്, കോമ്പറ്റേറ്റീവ് എക്സാം സ്റ്റുഡൻസ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെയാണ്. നിങ്ങൾ ബാങ്കിംഗ് സെക്ടറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. 5000 വാക്കൻസി എന്നത് ചെറിയ കാര്യമല്ല. കോമ്പറ്റീഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഉടൻ അപ്ലൈ ചെയ്യുക. ഇതായിരുന്നു ഇന്നത്തെ ബാങ്ക് ഓഫ് ബറോഡ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 മുഴുവൻ വിശദാംശങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാങ്ക് ജോബ് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ്, ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ്, റെയിൽവേ ജോബ്സ്, PSC വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.